ചായ ഇടാൻ കിറ്റിട്ടുണ്ട്. കിച്ചണിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അതങ്ങ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തിളച്ച് കിട്ടും. അതിനകത്തോട്ട് കൂടി ഉണ്ടാകൽ ഇട്ട് കഴിഞ്ഞിട്ട് വലുതാറി ഇട്ടാൽ ചായ ഇന്നലെ കാപ്പിയായി. എന്തായാലും നന്നായി. ഞാനൊരു 5-6 കൊല്ലം ജിമ്മിൽ തന്നെയായിരുന്നു. നാട്ടിൽ സ്ഥിരമായി എക്സസൈസ് ഇടികൊണ്ടിരുന്ന ബോഡിയാ. എക്സസൈസോ ഈ ബോഡിക്കോ? എന്താടാ ഈ ബോഡിക്ക് ഒരു കുഴപ്പം? അല്ല, നിങ്ങൾ തലസനോട് ചോദിച്ചാണ് എടുത്തത്. അപ്പൊ അലക്ഷനോട് പ്രാവശ്യം അതോട് പണ്ട് താമസിച്ച ആൾക്കാരാണ്. അല്ല, ഞാൻ പറഞ്ഞതേയുള്ളൂ. മൂപ്പരിപ്പം അങ്ങോട്ട് വരുന്നുണ്ട്. മറ്റേ ജോലിന്റെ കാര്യത്തിനൊക്കെ മൂപ്പരോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ജോലിനാണ് പറഞ്ഞ കാട്ടിത്തറ വിളിക്കണോ? കാട്ടിത്രയോ? അതാരടാ? നമ്മളെ പിന്നലടാ. ആടാ അവന്റെ വീട്ടുകാരുടെ പരിചയത്തിൽ ആർക്കോ സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്നൊക്കെ അറിയുന്നത്. പിന്നെ എന്റെ ഒരു ഫ്രണ്ടും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവനെന്താ അവിടെ ടീം മാനേജർ ആയിട്ടാണ്. അവിടെ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും വേക്കൻസി ഉണ്ടെന്നാണ് കേട്ടത്. നൈസായിട്ട് അവനെ വിളിച്ചവിടെ. എന്തേ നോക്കണോ? ഹലോ, അവിടെ എവിടെയുള്ളേ? ഞാൻ ലൈബ്രറിയിലാടാ. ഫ്രീ ആണോ? ഫ്രീ അല്ല. ഞാൻ എനിക്ക് ഇത്തിരി ബുക്ക് വായിച്ചോണ്ടിരിക്കാം. ഇങ്ങോട്ട് വാ, ഇവിടെ ഇറങ്ങി. ചെറിയ ആവശ്യമുണ്ട്. നമ്മളിവിടെ ചെറിയ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയാ. ഫുഡോ? ആ ഇങ്ങോട്ട് ഇറങ്ങി. ഓക്കെ. सिलसिला है सिलसिला सिलसिला है सिलसिला सिलसिला है सिलसिला सिलसिला है सिलसिला എന്റെ കൂടെ പാട് നീ സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില മോദമോടെ ആട് നീ സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില ആടിയും പാടിയും തീർത്താട്ടെ നിന്റെ മനസ്സിനുള്ളിലെ ദുഃഖങ്ങൾ കുമിള പോലുള്ള ജീവിതത്തിൽ ഇന്ന് സങ്കടപ്പെടുവാൻ നേരമില്ല ആടിയും പാടിയും ഹേയ് ഹേയ് ആടിയും പാടിയും ഹേയ് ഹേയ് ആടിയും പാടിയും തീർത്താട്ടെ നിന്റെ മനസ്സിനുള്ളിലെ ദുഃഖങ്ങൾ കുമിള പോലുള്ള ജീവിതത്തിൽ ഇന്ന് സങ്കടപ്പെടുവാൻ നേരമില്ല എന്റെ കൂടെ പാട് നീ സിൽസില ഹേ സിൽസില കാണുന്നില്ലല്ലോ. സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില.
അല്ലെങ്കിൽ വെയിറ്റ് എടുക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ കൈയൊന്നും കുറെ അടിച്ച് പിടിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. വയർ സ്ട്രോങ് ആണ്. ഞാൻ അതാണ് വയറിന് നന്നായിട്ട് കളിക്കുന്നത്. നോക്ക്, നല്ല സ്ട്രോങ് ആണ്. പിടിച്ചു നോക്കൂ, ഒന്ന് പിടിച്ചു നോക്കൂ, ഒന്ന് ട്രൈ നോക്കില്ല, ഒന്ന് ട്രൈ നോക്ക്. നല്ല സ്ട്രോങ് ആണ് സാധനം. നോക്ക് നോക്കൂ. ഇതെന്തിടിയാ അച്ഛനെ, ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇടിച്ചു നോക്ക്. എന്താ വെച്ചാ നല്ല കനത്തുള്ള കുത്തിന് ഞാൻ കൊടുക്കണ്ടെങ്കിൽ കൊടുത്തു നന്നായിട്ട്. സിറ്റി സെന്റർ ശരിക്കും തപ്പിയൊക്കെ കാണാം. അല്ല, ഞാൻ ചായ ഉണ്ടാക്കി, നമുക്ക് ചായ കുടിച്ചിട്ട് അല്ല, എങ്ങനെയാണല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, പ്രശ്നമില്ല. അല്ല, നിങ്ങൾക്ക് എങ്ങനെ ജോലിയൊക്കെ എടുക്കാമല്ലോ? പരിപാടി ഉണ്ടോ? അത് കറങ്ങി കിടക്കാനാണോ? ജോലിയോ? ഏജൻസിക്കാർ പറഞ്ഞത് ഇവിടെ ജോലിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ ഒരാഴ്ച റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ ജോലിക്ക് പോയാൽ മതി എന്നോട് കുഞ്ഞേട്ടൻ പറഞ്ഞത്. റെസ്റ്റോ? മിക്കവാറും ഇവിടെ റെസ്റ്റ് തന്നെ കാണത്തുള്ളൂ. ജോലി കിട്ടില്ല. അവന്മാരുടെ തന്തമാരുടെ കൊണ്ടോ ചെയ്യാ ജോലി. ഇടോ, ഈ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് കണക്കുകൾ കിടക്കാനുണ്ട്. ആദ്യമായിട്ട് എൻ്റെ നമ്പർ എടുക്കണം, അത് കഴിഞ്ഞിട്ട് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, അത് പിന്നീട് വേണം ജോലി തെണ്ടാൻ. അത് തെണ്ടിയാലോ ചില തെണ്ടികൾ പറയും ജോലി തരാമെന്ന്. അങ്ങനെ പറയുന്നത് തരുമെന്ന് വിചാരിക്കണ്ട, അത് കിട്ടിയാൽ വിചാരിച്ചാൽ മതി. അതെ, പിന്നെ നിങ്ങൾ പരമാവധി സ്ഥലത്ത് ആപ്ലിക്കേഷൻ കൊടുക്കണം. പിന്നെ അതും കൂടാതെ നിങ്ങൾക്ക് വേണ്ട 20 മണിക്കൂറൊക്കെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊന്നും അല്ല വെച്ചതൊക്കെയല്ലേ. പിന്നെ ഈ കാമളെല്ലാം കഴിഞ്ഞിട്ടാണോ ജോലി കിട്ടാനായിട്ട്? ഞാനാണ് ഇവിടെ വന്നിട്ട് വേണ്ട ഒരു 1.5 വർഷത്തോളം ഞാൻ കിച്ചൺ പോട്ടറായിട്ടാണ് ജോലി ചെയ്തത്. അത് മതി. എടോ, ഈ കിച്ചൺ പോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം കഴുകുന്ന പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതായാലും മതി, കുഴപ്പമില്ല. നോക്കുന്നില്ലേ, അതൊക്കെ അടച്ചു കിട്ടണ്ടേ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു 100-250 പാത്രം ഇങ്ങനെ കൺവർ പറ്റുവഴി ഇങ്ങനെ ഒന്നുകൊണ്ടേ ഇരിക്കും. അതെല്ലാം എടുത്ത് പഠിച്ചിട്ട് ഈ ഡിഷറിലോട്ട് എടുത്ത് വെക്കുന്ന പണിയാ കിച്ചൺ പോട്ട പണി എന്ന് പറയുന്നത്. അല്ല, ഡിഷ് വാഷറിലേക്ക്. അത് പാത്രം കഴിയണ ജോലിയാ. ഞാൻ നാട്ടിൽ ഞാൻ ICICI ബാങ്കിൽ 6 കൊല്ലം വർക്ക് ചെയ്താണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വേറെ ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്ത്. ഇവിടെ വല്ല കോൾ സെന്റർ വല്ലതും നോക്കാം. പിന്നെ ബാങ്കായാലും മതി. ഓ, കിട്ടും. എന്താടാ, എനിക്കെന്തൊരു കുറവ്? അല്ലടാ കട്ടി, മറ്റേ തീരുമാനം ജോലി എന്തായി? എടാ, നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ, ഈ ജോലി എന്ന് പറഞ്ഞ സമ്പ്രദായത്തിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. മാസം വീട്ടിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്കെന്തിനാടാ ജോലി? എടാ, നിനക്ക് വേണ്ടി ജോലി തപ്പണെന്ന് നാട്ടിലെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ മാസം വന്ന പൈസ ബ്ലോക്കാണ്. വീട്ടിൽ നിന്ന് എന്നെ നോക്കാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് നീ പറഞ്ഞ സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളി. അതിരിക്കട്ടെ, ഈ ജോലി ചർച്ചക്കാണോ നീ എന്നെ വിളിച്ചത്? ഒരു ചായ കുടിക്കാനാണ് നീ എന്നെ വിളിച്ചു വരുത്തിയത്? മര്യാദക്ക് ലൈബ്രറിയിൽ ഒരു ബുക്കും വായിച്ചിട്ടിരുന്ന എന്നെയാണ് ഇതിനായിട്ട് നീ വിളിച്ചു വരുത്തിയത്. എന്തായാലും കൊള്ളാം, ഞാനിപ്പോ ഇറങ്ങണേണ്. വൈകിട്ട് ഫുഡ് കഴിക്കാൻ വരാം. നല്ല ക്ഷീണം കാണും. എന്തായാലും കൊള്ളാം. ചായ വൈകിട്ട് ഇറങ്ങണം. ഇറങ്ങണേ. അവനെ വെച്ചാ ചായ കണ്ടോ? ഞാൻ കുറച്ച് നാളായി ചായ കുടിച്ചിട്ട്.
ചായ ചായ? അയ്യോ എന്റെ കിട്ടില പോയി. പച്ചപ്പ് തേടി ഞാൻ കൂടുവിട്ടു, അക്കരെ പച്ചയ്ക്ക് പുറകെ പോയി. പച്ചയും കണ്ടില്ല വെള്ളവും കണ്ടില്ല, വഴിയിൽ പലവട്ടം കുഴഞ്ഞു വീണു. പച്ചപ്പ് തേടി ഞാൻ കൂടുവിട്ടു, അക്കരെ പച്ചയ്ക്ക് പുറകെ പോയി. പച്ചയും കണ്ടില്ല വെള്ളവും കണ്ടില്ല, വഴിയിൽ പലവട്ടം കുഴഞ്ഞു വീണു. You are the one behind your destiny. You are the one behind your fate. You are the one behind your destiny. You are the one behind your fate. കിടന്ന കിടപ്പിൽ പലതും ചിന്തിച്ചു, ജീവിതത്തിൽ വന്ന പലതും ഓർത്തുപോയി. നല്ല സമയത്ത് നല്ലത് തോന്നിയില്ല, തോന്നിയത് മുഴുവൻ തോന്നിയാസം. കിടന്ന കിടപ്പിൽ പലതും ചിന്തിച്ചു, ജീവിതത്തിൽ വന്ന പലതും ഓർത്തുപോയി. നല്ല സമയത്ത് നല്ലത് തോന്നിയില്ല, തോന്നിയത് മുഴുവൻ തോന്നിയാസം. You are the one behind your destiny. You are the one behind your fate. You are the one behind your destiny. You are the one behind your fate. വരുന്നത് വരട്ടെന്ന് കരുതിയ നിമിഷം പൊടിതെറ്റി ഷഠേന്ന് ചാടി എണീറ്റു. കിട്ടിയ ഊർജവും കൊണ്ട് ഞാൻ നടന്നു, തിരികെ എൻ കൂട് തേടിയറിഞ്ഞു. You are the one behind your destiny. You are the one behind your fate. You are the one behind your destiny. You are the one